ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റൂമിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്. ഇത് അതുപോലെ തന്നെ ഒരു വീടിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ ചെയ്തത് 6 കോട്ട് ഇടാവുന്ന രീതിയിലുള്ള സിസ്റ്റമാണ് ചെയ്തത്. ഇത് നോർമൽ ലെവലുള്ളൊരു വീടിൻ്റെ രീതിയിലുള്ള എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നോക്കുക, നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏതെങ്കിലും വൺ സൈഡ് മാത്രമായിട്ടാണ് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നിങ്ങളെ. ഓൾറെഡി നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അതായത് ബെഡ് സ്വിച്ച് വരുന്നതാണ് ഈ കാണുന്നത്. ബെഡ് സ്വിച്ചിൻ്റെ പൊസിഷൻ വരുന്നു 2 2-വേ സ്വിച്ച്, മാസ്റ്റർ സ്വിച്ച്, AC റെഗുലേറ്റർ, പിന്നെ ഒരു എക്സ്ട്രാ പ്ലഗ്, ഇതൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ നോർമൽ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1 മീറ്റർ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ടിലിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് 2 സൈഡല്ല കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൻ്റെ കൺജസ്റ്റഡ് രീതി അതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഫുഡ് ലാമ്പ്. നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഓൾറെഡി ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് ലാമ്പിൻ്റെ ഏരിയ നിങ്ങൾ കാണാൻ സാധിക്കും. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം ഫ്ലോറിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഫിനിഷിംഗ് ലെവലിൽ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫുഡ് ലാമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കർവ് ഗോൾഡ് മെഡലിൻ്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത്. 3 സ്റ്റെപ്പ് ലൈറ്റ് കിട്ടാവുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ അതിൻ്റെ എൻട്രൻസ് സ്വിച്ച്, അതായത് ആ ബാത്റൂമിലേക്ക് കയറുന്നത് അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയയിലേക്ക് കയറുന്നതിൻ്റെ സ്വിച്ചിൻ്റെ ആ ലൈറ്റിൻ്റെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് 130, അതായത് 130 സെൻറ്റിമീറ്ററാണ്. ഫ്ലോറിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഫ്ലോറിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. ഇത് ആ ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് വാഷ് ബേസിൻ ഇല്ലാത്തതുകൊണ്ട് പുറത്താണ് ഒരു വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. അത് നല്ല നീറ്റായിട്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ബാത്റൂമിൻ്റെ എല്ലാ പ്ലഗുകളും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പുറത്താണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം തന്നെ ഹീറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്, എക്സോസ്റ്റിൻ്റെ സ്വിച്ച്, ലൈറ്റിൻ്റെ സ്വിച്ച്, ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് പുറത്താണ് കൊടുത്തിരിക്കുന്നത്. ആ എക്സോസ്റ്റും അതുപോലെ തന്നെ ആ ബാത്റൂമിൻ്റെ ലൈറ്റുമുണ്ട്. ആ ലൈറ്റിൻ്റെ സ്വിച്ചും നമ്മൾ കൊടുത്തിരിക്കുന്നത് പുറത്താണ് കൊടുത്തിരിക്കുന്നത്. ഇതും 130, അതായത് ഫ്ലോറിൽ നിന്ന് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്വിച്ച് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് സ്വിച്ച് കൊടുക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ തൊട്ടപ്പുറത്തെ ഓൾറെഡി എക്സോസ്റ്റ് കൊടുത്തു. മൂന്നാമത്തെ സ്വിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ വാഷ് ബേസിൻ്റെ മിറർ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ വരുന്നത് ഒരു പ്ലഗും സ്വിച്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രിമ്മറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ സാധാരണ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നമുക്ക് ഇത്രയും മതിയാവും നമുക്ക്. പിന്നെ നമ്മൾ ഒരെണ്ണം കൊടുത്തിരിക്കുന്ന ഹീറ്ററിൻ്റെ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്റർ ഓൾറെഡി 2-വേ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതായത് 2 ബെഡ്റൂമിൽ കൂടിയും ഒറ്റ ഹീറ്റർ വെച്ചിട്ട് 2 സ്ഥലത്തു നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത്രയും വലുപ്പമുള്ള ഒരു റൂമല്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മെയിൻ എൻട്രൻസ് നമ്മൾ കാണാൻ സാധിക്കും. മെയിൻ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് 130 സെൻറ്റിമീറ്ററാണ് നമ്മൾ എൻട്രൻസ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ കൂട്ടുകാരെ, ഓക്കെ.